ബുധിനി. ആരായിരുന്നു ബുധിനി? പേരിൻ്റെ കൗതുകം കാരണമാണ് ഞാൻ ഈ പുസ്തകം ആദ്യം ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ധാരാളം മികച്ച റിവ്യൂകൾ ലഭിക്കുകയും ബുധിനിയെ പറ്റി അന്വേഷിക്കുകയും ചെയ്തപ്പോൾ എന്തായാലും വായിക്കണം എന്ന് കരുതി വാങ്ങിയ പുസ്തകമാണ്. അതൊരു മികച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു എന്ന് പറയാം. ആരായിരുന്നു ബുധിനി? ബുധിനിയും ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള ബന്ധം എന്താണ്? വെറും 15 വയസ്സ് മാത്രമുള്ള ഒരു പാവം പെൺകുട്ടി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ദാമോദർ നദിയെ മെരുക്കാൻ കെട്ടി ഉയർത്തിയ ദാമോദർ വാലി അണക്കെട്ടിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ മാലയണിച്ച് സ്വീകരിച്ചതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനം നിർവഹിച്ചതും ബുധിനിയായിരുന്നു. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, അവൾ തിരിച്ച് ഗ്രാമത്തിലെത്തുമ്പോഴേക്കും അവളെ കാത്തിരിക്കുന്നത് ഊരുവിലക്കും ഉറ്റവരെയും ഉടയവരെയുമായി വിട്ട് എന്നേക്കുമായുള്ള ദുരിത ജീവിതത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന്. മാലയിട്ടത് വഴി ബുധിനി നെഹ്റുവിനെ വിവാഹം കഴിച്ചെന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ ഈ ഒരു ആരോപണം എതിർക്കാനോ അല്ലെങ്കിൽ ബുധിനിയുടെ ഭാഗത്ത് നിന്നത് ന്യായീകരിക്കാനോ അന്നത്തെ ആ ഒരു കമ്പനിയോ ഒന്നും തന്നെ മുതിർന്നിരുന്നില്ല. മാലയിട്ടത് വഴി ബുധിനി നെഹ്റുവിനെ വിവാഹം കഴിച്ചെന്ന് ഒരു കോൺസെപ്റ്റായിരുന്നു അവർക്ക്. സാന്താൾ വംശജരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കോൺസെപ്റ്റാണുള്ളത്. മാലയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയായി കഴിഞ്ഞു എന്നാണ്. പിന്നീട് ആ പെൺകുട്ടിക്ക് അത് വേറൊരു അയാൾ നെഹ്റു എന്ന് പറയുന്ന ബ്രാഹ്മണനാണ്. അപ്പോൾ ബ്രാഹ്മണനായാലും എന്തായാലും അയാൾ മറ്റ് ജാതിയിൽപ്പെട്ട ആളാണ്, അയാളെ ദിക്കു എന്നാണ് പറയുന്നത്. പിന്നെ അവൾക്ക് അവിടെ സ്ഥാനമില്ല. പിന്നെ അവൾ എന്നേക്കുമായി പുറന്തള്ളപ്പെടുകയാണ്. ഏകദേശം 350ഓളം പേജുകളുള്ള ഈ പുസ്തകത്തിലെ വായന വളരെ സുഗമമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അത്രയും മനോഹരമായ ഭാഷയാണ്. നമുക്ക് സാന്താൾ ഭാഷയിൽ വരുന്ന കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാത്തിൻ്റെയും തന്നെ മീനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഈ ഒരു സംഭവത്തിന് ശേഷം ബുധിനിയെ കാണാതാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ബുധിനിയെ അന്വേഷിച്ച് നടത്തുന്ന ഒരു യാത്രയാണ് ഈ പുസ്തകത്തിലൂടെ വെളിവാക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബുക്ക്. Happy reading.